the very ultimate, the very exclusive, the very special stand-up comedy show ആയ Once Upon a Timeന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് നമ്മുടെ സൂപ്പർ കോംബോ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഫസ്റ്റ് വെൽക്കം our very own രമേശ് പിഷാരടി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ടിനി ടോം ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. Okay, and now we have our Ramesh Chetan, we have Tini Chetan. അപ്പോൾ നമ്മുടെ ഒരു ഫൺ റൈഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പെർഫോമറെ സ്വാഗതം ചെയ്യുകയാണ്. And we have Vaishak from Palakkad. Fun, 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 once upon a time. 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 Once upon a time. നിങ്ങളുടെ ആദ്യത്തെ ആ ചാട്ടമില്ല, ഇങ്ങോട്ടുള്ള ചാട്ടം, അതാണ് ഇത്രയും ചാടിയ വേറൊരു കണ്ടസ്റ്റന്റ് ഇല്ല അവിടെ നിന്ന്. എനിക്ക് ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റ് ആരൊന്നും പഠിപ്പിച്ചു തന്നില്ലോ, സ്വന്തം കൊറിയോഗ്രാഫിലല്ലേ ചെയ്തത്. അതെ അതെ, അത് തന്നെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വേദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വേദി? സ്റ്റാൻഡപ്പ് ആദ്യമായിട്ടാണ്. അപ്പൊ വേറെ എന്ത് കാര്യത്തിനാ വേദി കയറിയത്? നാടകങ്ങൾ ചെയ്യാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നാടകങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും ഞാൻ സ്കൂളുമായി ബന്ധപ്പെട്ട സ്കൂളിലെ സൗഹൃദങ്ങളും പ്രണയവും ഒക്കെ അറിഞ്ഞ ഒരു കഥയാണ് പറയണമെന്നും കരുതി. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങളുടെ പെർഫോമൻസിലേക്ക് കയറാം. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കഥ തികച്ചും സാങ്കല്പികമല്ലാത്തത് കൊണ്ടും നമ്മുടെ ആരോഗ്യം വളരെ പരിപാവനമാണ് എന്നതുകൊണ്ടും കഥയിലെ കഥാപാത്രങ്ങളൊക്കെ വളരെ സാങ്കല്പികമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 5-6 വർഷം മുമ്പ് രാത്രി കിടക്കാൻ നേരത്ത് വൺ ന്യൂ മെസ്സേജ് റിസീവ്ഡ്. TMRW KEM KDR at 8 AM. അല്ല, ഞാൻ പ്രണയകഥയൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കരുതിയിട്ട് നിങ്ങൾ ഇതൊരു ഞാനും കാമുകിയും തമ്മിലുള്ള രഹസ്യ കോഡുകൾ നാളെ ഇവിടെ വെച്ച് കാണാം അങ്ങനെയൊന്നും ഉദ്ദേശിക്കരുത്. ഇത് ഞങ്ങൾ ട്യൂഷൻകാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക കോഡാണ്. നാളെ ഖാദർ സാറിന് കെമിസ്ട്രി ക്ലാസ് ഉണ്ട്, 8 മണിക്ക് ട്യൂഷൻ എത്തിക്കോളണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഖാദർ സാറ്, പടച്ചോനെ ഖാദർ സാറ് എന്ന് വെച്ചാൽ ടിൻ ചേച്ചിൻ്റെ പോലെ ഒരു ഫിഗറും അല്ല, പേര് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലോ. പുള്ളി രമേശ് ചേട്ടൻ്റെ പോലത്തെ സൗമ്യ ഭാവമൊക്കെ ഉള്ളൊരു സാർ തന്നെയാണ്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് പിറ്റേ ദിവസത്തേക്ക് നല്ല രീതിയിൽ തത്ത പറയും പോലെ പറഞ്ഞു കൊടുക്കും വേണം. പോരാത്തതിന് ഹോംവർക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പുള്ളിയുടെ ശിക്ഷാരീതി എന്നുള്ളത് വേറിട്ട വഴിയിലൂടെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാൻ അന്ന് രാത്രി തന്നെ പയ്യയുടെ അംശത്തിലുള്ള ഒരു വരുണെ വിളിച്ചിട്ട്, എടാ വരുണേ, ആടാ സാറിൻ്റെ ക്ലാസ്സിൽ നോട്ടൊന്ന് അയക്കാമോ? ആടാ. അവൻ പാതി മയക്കത്തിലാണ് അപ്പോൾ കിടക്കുന്നത് തന്നെ. അപ്പോൾ അവൻ്റെ ഫോണിന് നല്ല റേഞ്ച് ആയതുകൊണ്ടും എൻ്റെ ഒട്ടും ഹാങ് ഇല്ലാത്ത ഫോൺ ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ എത്തി. ഞാൻ വളരെ നന്നായിട്ട് പഠിച്ച ആറ്റത്തിൻ്റെ കെമിസ്ട്രിയുടെ ആറ്റത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് പോകാനുള്ളതേ ഹോംവർക്കുള്ളൂ. വളരെ പെട്ടെന്ന് ഞാൻ അതൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് ക്ലാസ്സിലോട്ട് എത്തി. ഈ ഖാദർ സാറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും ഒന്നാമത്തെ ബെഞ്ചിലിരിക്കാൻ ആർക്കും ഒരു ഉത്സാഹം ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് സാറിൻ്റെ കുളിർമഴ കേട്ടുകൊണ്ട് വേണം ഫുൾ ടൈം ക്ലാസ്സിലോട്ട് ഇരിക്കാൻ. അപ്പോൾ ഞാൻ വൈകിയാണ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഈ കുളിർമഴ നേരിടാനായിട്ട് ഒരു ടവലും കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. അപ്പോൾ പതിവ് പോലെ ക്ലാസ്സിലെത്തി ഒന്നാമത്തെ ബെഞ്ചിലിരുന്നു. അല്ലറ ചില്ലറ സമയത്തിനൊക്കെ ശേഷം ഖാദർ സാറ് ക്ലാസ്സിലോട്ട് വന്ന് എല്ലാത്തിനു ശേഷം നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഞാൻ പീരിയോഡിക് ടേബിൾ എഴുതി വരാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് കാണിച്ചേ. പൂരപ്പറമ്പിൽ വെച്ച് മുണ്ടഴിഞ്ഞു പോയ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ പഠിച്ചു വന്നത് എന്താ, ആറ്റത്തിൻ്റെയാണ്. അതും കഴിഞ്ഞ് കഥകളും കഴിഞ്ഞിട്ട് ക്ലാസ് പീരിയോഡിക് ടേബിളിൽ എത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. എല്ലാ ആക്ടേഴ്സിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നാച്ചുറൽ ആക്ടിങ് സ്കില്ലുകൾ അവിടെ ക്ലാസ്സിലിരുന്ന് പുറത്തെടുപ്പിക്കാൻ തുടങ്ങി. സാറ് നാച്ചുറൽ ആക്ടിങ്ങിനെ അത്ര സ്വീകാര്യനല്ലാത്തതുകൊണ്ടും സാറിന് എൻ്റെ ഓവർ ആക്ടിങ് കൊണ്ട് കണ്ടായിരിക്കും സാറിന് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. സാർ, മോനെ എവിടെ നിൻ്റെ ഹോംവർക്ക്? സാറേ ചെയ്തിട്ടില്ല. ഇനിയാണ് ഈ ഭാഗത്തിൽ ഏറ്റവും സാറിനെ സംബന്ധിച്ചോളം അടി ചീത്ത പറയില്ല, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വളരെ സ്നേഹത്തോടെയാണ് സാർ ചീത്ത പറയുക. ആ സ്നേഹത്തോടെ പറയുന്ന ഇൻസൾട്ടിനേക്കാൾ വലുതായിട്ട് ആ ക്ലാസ്സിൽ ഇന്നേ വരെ ഒരു സാറും പഠിപ്പിച്ചിട്ടില്ല. സാറ്, അല്ലയോ പ്രഭോ, അങ്ങക്ക് എന്തായിരുന്നു ഇന്നലെ പരിപാടി? ഏത് നാട്ടുരാജ്യത്തിൽ ഭരണം നിർവഹിക്കാനാണ് അങ്ങ് പോയത്?
ഒരു 10-70 പേരുടെ ക്ലാസ്സിൽ നമ്മളെ മാത്രം എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് സാറ് ചോദിക്കുന്ന സാധനങ്ങളാണ്. ഈ അടുത്ത് ഒരു ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ, രാഹുൽ മാധവാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത്. ഒരു സൈക്കോ ത്രില്ലറായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡയറക്ടർ വിമൽ എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദ് സ്വാമിയുടെ പോലെ ഇരിക്കുന്നത്. നല്ല നിന്നേലും ചുമന്നായിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടൊരാൾ, വേറെ 2-3 പേരും കൂടി ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരം. കാരണം ഇതിൻ്റെ അകത്ത് 3-4-5 വില്ലന്മാരുണ്ട്. അതിലൊരാൾ ഞാനാണ്, പിന്നെ ജാഫറുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ടിനിച്ചേട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ തുണി ഇങ്ങനെ ചുറ്റിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തലയിൽ കത്തിക്കും. എന്നിട്ട് ചൂടോടുകൂടി ഇങ്ങനെ വെന്താണ് ചാവുന്നത്. ഭയങ്കര ഭയങ്കര ബ്രെഡും ജാമും പറയുന്ന പോലെയാണ്. കൊതിയാവും. അതിൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ മറ്റേ ജാഫറിനെ ഇതുപോലുള്ള സിമെൻറ്റ് പടിയില്ലേ അവിടെ വായ വെക്കും. എന്നിട്ട് ഒരൊറ്റ ചവിട്ട് വിടുന്നിട്ട് 2 പൊളന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇയാൾ ഇത്ര ക്രൂരനാണ്. എനിക്ക് ഇയാൾ സൈക്കോണെന്നൊരു സംശയമായി പോയി. അത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നല്ലൊരു ക്യൂട്ട് പൂച്ചയുണ്ട്. ഇത്ര ക്രൂരമായിട്ട് കൊല്ലുന്ന ഒരാൾ. പിന്നെ വേറൊരാളെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിൽ ഇരുത്തിയിട്ട്, അതായത് സിമെൻറ്റിൽ വാർത്ത് കളയുന്നു ഇത്രയും വരെ. അതായത് നമ്മുടെ പാലമൊക്കെ പണിയണ പോലെ വാർത്ത് കളയും. പിന്നെ അങ്ങനെയാണ് കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ പൂച്ച, എൻ്റെ വീട്ടിലുള്ള പാവം പൂച്ച, വർക്ക് ചെയ്യുന്ന പേരുള്ള പാവം പൂച്ച നടന്നു വന്നിട്ട് ഈ മനുഷ്യൻ സൈക്കോ ത്രില്ലർ. പുള്ളിക്ക് പക്ഷെ പാറ്റനെയും പൂച്ചനെയും ഭയങ്കര പേടിയാണെന്ന്. അതല്ല, ഈ ശിക്ഷയും ആ സംസാര രീതി പറഞ്ഞത്. പുള്ളി ഭയങ്കര സൗമ്യനാണ്. പക്ഷെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇത്രയും പേരുടെ മുമ്പിൽ എന്താ പറയണത്, രാജാവേ അങ്ങ് ഏത് നാട്ടുരാജ്യത്തിൽ ഭരണം നിർവഹിക്കാനാണ് ഇന്നലെ പോയിരുന്നത്? 70 പേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാ സാഹിബ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ടെൻഷൻ ഇല്ലാന്ന്. അതായത് അമേരിക്കയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പ്രോഗ്രാമിന് പോവാണ്. പുള്ളിയുടെ പെട്ടി കളഞ്ഞുപോയി. പുള്ളിക്കൊരു ടെൻഷനും ഇല്ല. അതവിടെ എത്തിക്കോളും, ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് അങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ നഷ്ടപ്പെട്ടു പോയ ആളെ ഇവൻ വിളിക്കും. എന്നിട്ട് അവർ കൊറിയർ ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് എവിടെയെന്നുള്ള ആ സ്റ്റേജിൻ്റെ ബാക്കിൽ സാധനം എത്തിക്കും. ഇത് സുഖം പരിപാടിയാണല്ലോ. അവർക്ക് അതൊരു ഭാരമാണ്. അവർ സഹായം എന്നിരിച്ച് സ്ഥിരം ഇത് തന്നെ. അവന് മറവിയുടെ അസുഖം അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാത്തൊന്നുമല്ല. ഇതൊരു സുഖം ഏർപ്പാടാക്കി മാറ്റിയത്. അല്ല, അത് ചിലർക്ക് ഇത് പറ്റും. ഈ ധർമ്മജൻ ടെൻഷൻ കുറവുള്ള ഒരാളാണ്. എനിക്ക് മൊത്തത്തിൽ നല്ല ടെൻഷനുണ്ട്. പക്ഷെ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ടെൻഷൻ വരുംതോറുമാണ് ഞാൻ കൂടുതൽ തമാശ പറയുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും ഒക്കെ. ഞാൻ വളരെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. മരിച്ച വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കും. ഇതുപോലെ എന്നുള്ള ഒരു ഡയറക്ടർ ഉണ്ട് കേട്ടോ, വിനുവാനന്ദൻ എന്ന് പറയും. ലാൽ ജോസ് സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. മഴയൊക്കെ പെയ്യില്ല, അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ. ഇങ്ങനെ മഴക്കാർ വരുന്നു, ഇടിവെട്ടുന്നു, മഴ പെയ്യാൻ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് സീൻ തീരൂല എന്നുള്ളത്. പുള്ളി എല്ലാ ക്ലാസ്സിലും നമ്മൾ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞാൽ ഞാൻ നോക്കി വെക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ ക്ലാസ്സിൽ ഞാൻ നോക്കി വെക്കുന്ന പെൺകുട്ടിയുടെ മുഖഭാവം എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിരുന്നു അപ്പോൾ ഏറ്റവും അധികം താല്പര്യം. സാധാരണ ഒട്ടും കോൺഫിഡൻസിന് കുറവില്ലാത്ത ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് സംസാരിക്കാനായിട്ട്. പക്ഷേ ഐ ഫോൾ ഇൻ ലവ് മീൻസ് അവളോട് മാത്രം സംസാരിക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ പിടപെടപ്പ്, കാലിനുള്ളിൽ കരകരപ്പ്. ഞാനും അവളും വളരെ മന്ദമായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ 5 മിനിറ്റ് ദൂരെയുള്ള ബസ് സ്റ്റോപ്പിലോട്ട്. പക്ഷേ കാമുകിയുടെ കൂടെ നടക്കുമ്പോൾ വല്ലാത്ത ദാഹം, അന്നൊരിക്കലും ഇല്ലാത്ത ദാഹം, അന്ന് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. സാധാരണ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ ഇങ്ങനെ ദാഹം വരുമ്പോൾ പോയിട്ട് അവരുടെ ഡിഷിലില്ലാത്ത ഏതെങ്കിലും ഒരു വിഭവം പറഞ്ഞിട്ട് അവരിരുന്ന് വെള്ളവും കുടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിനാണ് ഞാൻ. പക്ഷേ അവൾ കൂടെ ഉള്ളപ്പോൾ മിനിമം ഒരു ഗ്രീൻ കഫേയിലെങ്കിലും, അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റാണ്, ഒരു മിനിമം ഗ്രീൻ കഫേയിലെങ്കിലും നമ്മൾ പോയിട്ട് കുടിക്കാനായി. ഞാൻ അവളോട്, അതേ ബസ്സിന് ഇനിയും സമയമുണ്ട്, നമുക്ക് പോയി ജ്യൂസോ ഷേക്കോ കുടിച്ചാലോ? ശരി, അവൾ സമ്മതിച്ചു. ഞാൻ പാതി സക്സസ് ആയി. ഞാൻ അവളോട് കണ്ണും നോക്കി ജ്യൂസ് കുടിക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ വെയിറ്റർ വന്നിട്ട് ചോദിച്ചു, സാർ. ആ സാർ എന്നുള്ള വിളി കേൾക്കാനായിട്ടാണ് ഞാൻ അവളെയും കൊണ്ട് ആ ഗ്രീൻ കഫേക്ക് തന്നെ പോയത്. ജ്യൂസ് വേണോ ഷേക്ക് വേണോ? സാധാരണ ആ ജ്യൂസ് കടയിൽ പോയി കഴിഞ്ഞാൽ ലൈമിനപ്പുറം പറയാത്തവനാണ് ഞാൻ. അപ്പോൾ ഇത് നേരെ അവളുടെ മേത്തേക്ക് പന്ത് തട്ടിക്കൊടുത്തു. അവളെ എന്താ ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ. അവൾ എന്തായാലും 2 ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു. ഓറഞ്ച് ജ്യൂസ് വന്നു. ഞാനും അവളും കണ്ണും നോക്കി അങ്ങനെ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഒരു അക്ഷയപാത്രം പോലെ ജ്യൂസ് പാത്രം ആവണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. കുറേ സമയം അവളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. എന്നാലും കുറച്ച് നേരമായപ്പോഴേക്കും ഒരു ഉത്തരവാദിത്തപ്പെട്ട കാമുകൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ അവളോടായിട്ട് പറഞ്ഞു, മോളെ 4:10 4:15 എൻ്റെ ബസ് പോവണ്ടേ? മോനെ 7:30 ആയില്ലേ, 8 മണിക്കല്ലേ ബസ് പോവണ്ടേ? ഏതാ ഈ പുരുഷ ശബ്ദം എൻ്റെ ഇതിൽ? ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛനെന്താ ഗ്രീൻ കഫേയിൽ? അവളെവിടെ? അവളാ? ഏതവള്? നിനക്ക് ട്യൂഷന് പോകാനായില്ലേ?
കയ്യിൽ നിന്ന് പോയേ. ഞാൻ നമ്മുടെ കയ്യിൽ നിന്നും പോയി. ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ വരികയായിരുന്നു. അസലായിട്ട് പ്രസന്റ് ചെയ്തു. നീ അവിടെ എത്തിയിട്ടേ വെറുതെ ആകാംക്ഷ ഇവൻ ഇതിനിടയിൽ മോളെ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഈ ആകാംക്ഷ വർദ്ധിച്ചിട്ട് ഒരു ഡോക്ടറിന് തട്ട് കിട്ടി. ഒരു പുള്ളി ഡോക്ടറെ കാണാൻ ചെന്നിട്ടേ ഡോക്ടറെ എന്താ ഇന്നലെ രാത്രി നല്ല മഴയല്ലായിരുന്നോ? ഈ മഴയത്ത് ഞാൻ റബ്ബർ തോട്ടം വഴി വരുമ്പം സുന്ദരിയായ ഒരു പെണ്ണൊറ്റയ്ക്ക് നിൽക്കുന്നു. ഡോക്ടർ ആഹാ എന്നിട്ട് അവളുടെ കൈ കൊടയില്ല, എൻ്റെ കൈ കൊടയുണ്ട്. എന്നിട്ട് അവിടെ എങ്ങോ ആരുമില്ല. എന്നിട്ട് ഞാൻ ഈ കൊട അവക്ക് കൊടുത്ത്. എന്നിട്ട് അവൾ ആ കൊടയും കൊണ്ട് പോയി മഴ നനഞ്ഞതാ. ഒച്ചയടപ്പാ മരുന്ന് വല്ലതും ഉണ്ടോ? ഇന്നെങ്കിലും അവളോട് എന്തായാലും പറയണം. എന്നാൽ പറയാനുള്ള ധൈര്യം എൻ്റെ കയ്യിൽ കിട്ടുന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുൺ പി തങ്കച്ചൻ വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ളവനാണ്, കളങ്കമില്ലാത്തവനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു വെച്ചു. അതെ, നേഹയോട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയണം. അവൻ എടാ ഇത് ഞാൻ പോയി പറയണ, എന്തായാലും നീ വന്ന് പോയി പറ. ശരി, അവൻ എന്തായാലും എൻ്റെ അഭ്യർത്ഥന പ്രകാരം അവൻ ഇഷ്ടം നേഹയോട് തുറന്നു പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസങ്ങൾ എന്തോ കാരണം അവർ തമ്മിൽ വളരെ പ്രണയത്തിലും ഗാഢമായ പ്രണയത്തിലുമായി. കഴിഞ്ഞ ആഴ്ച അവരുടെ കല്യാണമായിരുന്നു. ഒരു ഗ്ലാസ് പായസവും കുടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. വൈശാഖേ നല്ലൊരു പ്രസൻറ്ററാണ്, പ്രത്യേകിച്ച് ടെക്നോളജിയുടെ ഫീൽഡ് ആയതുകൊണ്ട്. ഇനിയുള്ള ഒരു ഭാവി എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അറിയാലോ. നോവലൊക്കെ വായിക്കും, എന്നിട്ട് നമുക്ക് സമയമില്ലെങ്കിൽ നമുക്കത് ഹെഡ്ഫോൺ വെച്ച് കേൾക്കാം. ഓരോ വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്നെ പിഷാരടീനെയൊക്കെ നമ്മളൊക്കെ സിനിമകളും ഇതൊക്കെ കാണുന്നതാണ്. എങ്കിലും നിങ്ങൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ സാധിച്ചെങ്കിൽ അത് തുടക്കമാണ് അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും അല്ലേ. നിങ്ങൾ തീർച്ചയായിട്ടും പോഡ്കാസ്റ്റ് ട്രൈ ചെയ്യുക, നല്ല ഫ്യൂച്ചർ ഉണ്ട്. വൈശാഖ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പെർഫോമൻസ് ആയിരുന്നു. നല്ല കമന്റ്സ് ഇതിനോടൊപ്പം തന്നെ ടിൻചേട്ടൊക്കെ നല്ല കമന്റ്സ്. വൈശാഖ് പറഞ്ഞില്ലേ ഗ്രീൻ കഫേ എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ എല്ലാവർക്കും ഒരു ടച്ച് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയദർശൻ സാറ്, മോഹൻലാൽ സാറൊക്കെ ഒരുമിച്ച് പറയാറുണ്ട് അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച്. അവർ സംഗമിക്കുന്ന സ്ഥലമായിരുന്നു. അതുപോലെ കാക്കനാട് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് റിയാൻ സ്റ്റുഡിയോ ഉണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പം വെറുതെ പിഷാരടിക്കാരെ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അപ്പോൾ ഞാൻ അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ, അതായത് ഒരു ഔലോസുണ്ട മേടിച്ചിട്ട് ഇരിക്കുന്നതാണ്. നല്ല തടിയുള്ള ആൾ, അയാൾക്ക് ഒരിക്കലും ആ ഉണ്ട ചേരൂല. ഒരു വലിയൊരു മനുഷ്യനൊരു ചെറിയ ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് പൊറോട്ട, നമ്മുടെ അന്നത്തെ ലക്ഷറി ഫുഡ് അതാണല്ലോ, റെക്കോർഡിങ് കഴിഞ്ഞ് കുറച്ച് കാശ് കിട്ടി പൊറോട്ട ബീഫൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ പതുക്കെ ഉണ്ടി എടുത്തിട്ട് വീണ്ടും വെക്കുന്നുണ്ട്. ഇയാള് ഞാൻ പൊറോട്ട ഒന്ന് കഴിച്ചു തുടങ്ങി. എന്നിട്ട് ഞാൻ ചിരിക്കണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ മാറിയത് വിറക്കാണ് ഇയാൾ. എന്നിട്ട് ലാസ്റ്റ് ഒരാൾ അയാളത്ത് ചോദിച്ചു ചായ തരുമെന്ന് ചോദിച്ചു. ചായ കൊണ്ടൊന്ന് ഒഴിച്ച് ഇതൊക്കെ നടക്കണം. ഞാനും 2 പൊറോട്ട കഴിഞ്ഞ് ബീഫ് കഴിച്ച് ചായ കുടി കഴിഞ്ഞിട്ടും ചായ ഒഴിച്ചിട്ട് കുതിരുമല്ലോ. കുതിർന്ന് കഴിയുമ്പോൾ എന്താ വീണ്ടും ഇയാൾ ഞാൻ കാശ് കൊടുത്ത് പോകുമ്പോഴും പുള്ളി എന്നെ നോക്കണ്ട, പുള്ളി ഉണ്ടത് നിന്നിട്ടില്ല. ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞല്ലേ, ഞാനൊരിക്കലും ഇന്ത്യൻ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ കൈ കഴുകാനായിട്ട് ഇച്ചിരി വിശാലമായ സ്ഥലമുണ്ട്. ഒരു ഓഡിറ്റോറിയത്തിൽ കൈ കഴുകാൻ നമ്മൾ 12 പൈപ്പൊക്കെ ഒന്നിച്ച് വയ്ക്കുമല്ലേ, അതുപോലെ ഒരു 10ഓളം പൈപ്പുണ്ട്. ഈ 10ഓളം പൈപ്പിലും കൂടെ ഒരു സിംഗിൾ കണ്ണാടി, തടിയുടെ ഫ്രെയിമൊക്കെ ആയിട്ട് പഴയ ടൈപ്പ് കണ്ണാടിയുണ്ട്. ഞാനിരിക്കുന്നുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരുത്തൻ. ഇപ്പം നിൻ്റെ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരുത്തൻ അസ്വസ്ഥനായിട്ടിരിക്കുന്നുണ്ട്. അവരെ ആരോ പറ്റിച്ച് തേച്ചിട്ട് തീറ്റയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. തിന്നുന്നില്ല, 2 വായ തിന്നും, പിന്നെ കുറേ മൊബൈലിൽ ടൈപ്പ് ചെയ്യും, ആരോട്ടും മിണ്ടുന്നില്ല. ഇവൻ വളരെ അബ്നോർമലായിട്ടാണ് പെരുമാറുന്നതെന്നുള്ളത് ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ കൈ കഴുകാൻ പോയപ്പം ഇവനും കൈ കഴുകാൻ വന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് കൈ കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ കൈ കഴുകിയിട്ട് ഈ കണ്ണാടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവൻ തൊട്ടിപ്പുറത്തെ വാഷ് ബേസിന് കൈ കഴുകിയിട്ട് ഇങ്ങനെ കണ്ണാടിയിലോട്ടൊന്ന് ഇങ്ങനെ നോക്കിയിട്ടേ ഒരൊറ്റ ഇടി ആ കണ്ണാടിക്കിട്ട് കൊടുത്തിട്ട് ഈ ഫുൾ കണ്ണാടി പൊളിഞ്ഞ വാഷ് ബേസിലും വീണ അവിടെ മുഴുവൻ കണ്ണാടി എടുത്തിട്ട് ഞാൻ ഇവനോട് താനെന്തോ പണിയോട് കാണിച്ചെന്ന് ചോദിക്കാനപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഞെട്ടിൽ മാറി ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവനെ ഷീ ചീറ്റഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. ഷീ ചീറ്റഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. അത് ഇന്ത്യൻ കോഫി ഹൗസിലെ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കല്യാണം കഴിച്ചാണ് വേണമെങ്കിൽ നമ്മുടെ പായസം ഒരുമിച്ചാകാം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്.
എന്നിട്ട് ഡയാന വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ റൂമിൽ ചില്ലടിച്ചിട്ട് ഗ്രീൻ കഫേ മാറ്റി ഗ്രീൻ റൂമിലെ ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് പൊക്കളയും. ഈ ഗ്രീൻ റൂം എന്ന് പറഞ്ഞെടുത്തുനിന്ന് പെട്ടെന്നൊരു ഗ്രീൻ റൂം കഥ, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തത്. സിംഗപ്പൂർ ഒരു പരിപാടി നടക്കണം. അപ്പോൾ ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞ ആൾ വീണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂരിലെത്തിയ ആദ്യത്തെ മലയാളി എന്നെങ്ങാണ്ട് പറയുന്ന ഒരാൾ എത്രയോ വർഷം മുമ്പ് 60-ലോ സിംഗപ്പൂർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങാണ്ട് സിംഗപ്പൂരിലെത്തി എന്ന് പറഞ്ഞ് പുള്ളിയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞൊരു മലയാളിയെ കൊണ്ടുവന്നിട്ട് ചെറിയ ഷോയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വയസ്സായി അദ്ദേഹത്തിന്, നല്ല വയസ്സായി. അപ്പം അദ്ദേഹത്തിനെ ഈ ഷോയിലിട്ട് ആദരിക്കാനുള്ള പ്ലാനാണ് ഇവർക്കെല്ലാം കൂടെ. അപ്പം അതിൻ്റെ ഇൻ്റർവെല്ലിന് പുള്ളിക്ക് പൊന്നാട കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ ആദ്യ കാലത്ത് വന്ന ആളെന്നൊക്കെ പറഞ്ഞ് ആദരിക്കാനാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഒരു 5 മിനിറ്റ് വേണം. അദ്ദേഹം അത്രയും പ്രായമായുള്ള കൊണ്ടുവരാനൊക്കെ പാടാണ്. അപ്പം നേരത്തെ തന്നെ കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തിയിട്ട് കയറ്റാം എന്നുള്ള, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരായിട്ട്, അദ്ദേഹം സയൻറ്റിസ്റ്റാണ് അത്രേ. ഈ വന്നവർ എല്ലാം ഞങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം വന്നു. ഒരാൾ ഞാനത് ഇത് ഇന്ന സാറാണ്, സയൻറ്റിസ്റ്റാണ്, 50 വർഷം മുമ്പ് സിംഗപ്പൂർ എത്തിയ ആളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. നേരെ അടുത്ത രമ്യ അംബീഷൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഇത് ഇന്ന ആളാണ്, സയൻറ്റിസ്റ്റാണ്. അതായത് ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കേട്ടോ. ഒരു 10-30 പേരെ നമ്മളുമൊക്കെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുവാണല്ലോ ഒരാളെ കാണുന്നത്. പുള്ളിയും ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് യെസ് ഐ ഹാവ് സീൻ യു, ഐ ഹാവ് സീൻ സം ഓഫ് യുവർ ഷോസ് എന്നൊക്കെ പറയും. ഇത്രയൊക്കെ ഉള്ളൂ. പുള്ളിയും അവിടെ അന്ന് എത്തിയ ആളല്ലേ. അങ്ങനെ സിംഗപ്പൂരത്തേക്ക് സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തി. അപ്പോൾ അവിടെ ഷോ ഒക്കെ കിടക്കുക. ഇങ്ങനെ ഇരുത്തി പുള്ളി ഇങ്ങനെ ഇരുന്ന് ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഹരിശ്രീ യൂസഫ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇയാളുടെ തട്ടെടുത്ത് വന്നിട്ട്, സാറേ യെസ് കുടിക്കാനുള്ള വെള്ളം എവിടെയാ? ഐ ഡോണ്ട് നോ. കുടിക്കണ വെള്ളം എവിടെയാണെന്നറിയാത്ത ആളാ ശാസ്ത്രജ്ഞന്. ഈ ഗ്രീൻ റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയറിന് ജാഫർക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പ്രോഗ്രാം പോവാണ്. നമ്മുടെ പരിചയത്തിൽ ഒരു തന്നെ പ്രോഗ്രാം പിടിച്ചാണ് മാപ്പിളപ്പാട്ട്, അവൻ്റെ നേതൃത്വത്തിലുള്ള സമീർ എന്നും പറഞ്ഞ് മൂവാറ്റുപുഴയിലുള്ളത്. അപ്പോൾ നമുക്ക് അറിയാമേ, നമുക്ക് അധികം ഡിമാൻഡ്സ് പറയാൻ പറ്റില്ല. അത് വേണം ഇത് വേണം. സാധാരണ പ്രോഗ്രാമിന് ചായ വേണമെന്ന് കാരണം സുഹൃത്ത് തന്നെ പിടിച്ചിരിക്കുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അങ്ങനെ ഗ്രീൻ റൂം എന്ന് ചോദിച്ചപ്പോഴേ ശരിക്കും ഒരു ചെളിക്കണ്ടം. അതായത് ഒരു പാടത്ത് തന്നെയാണ് സ്റ്റേജ് വെച്ചേക്കണം. അവിടെ വെള്ളം ഇതൊക്കെ ഇട്ടിരിക്കുക. ഞങ്ങളങ്ങോട്ട് ഡ്രസ്സ് മാറാനൊന്നും പോയില്ല. ഉടനെ ജാഫർക്ക് ആരുടെ ചോദിച്ചു മൺവെട്ടി ഇട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി മൺവെട്ടി മേടിച്ചിട്ട് പുറയിലേക്ക് പോകണമുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് എനിക്ക് ഡ്രസ്സൊന്ന് മാറണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴേ ഈ ഡ്രസ്സിങ് റൂമിൽ ഗ്രീൻ റൂമിൽ നിറച്ച് കപ്പ നട്ട് വെച്ചേക്കണ്ട. എന്നിട്ട് സമീറിനെ വിളിച്ചിട്ടേ കപ്പ നടാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു. പുള്ളി നിറച്ചും കപ്പ നട്ടേക്കാം. ഞങ്ങൾക്ക് തന്ന ഗ്രീൻ റൂമാണ് ഇതെന്ന് പറഞ്ഞിട്ട്. ഞാൻ സലീം കുമാറേട്ടൻ്റെ ട്രൂപ്പിൽ റിഹേഴ്സൽ നടക്കുമ്പം നോർത്ത് പറവൂർ വാവക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ വാവക്കാട് ഒരു SNDPയുടെ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ റിഹേഴ്സലൊക്കെ നടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ സഹകരണ ബാങ്ക് പോലെ എന്തോ ഒരു ഓഫീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ 8-9 ആണുങ്ങൾ 10-15 ദിവസം താമസിച്ചിട്ടാണല്ലോ റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പം ആദ്യ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിലായിരുന്നു. പിന്നെ മൂലയ്ക്ക് പായ ഇട്ടു. പിന്നെ മുറ്റത്തേക്ക് അഴ കെട്ടി. ഇങ്ങനെ സാധനം കെട്ടി മുന്നിലൊരു അഴ കെട്ടിയിട്ടുണ്ട്. രാത്രി കിടപ്പോൾ അവിടെ നല്ല ഒരു തുളവീണ ജെട്ടി ആരോ കൊണ്ട് ആറിയിട്ടു. ഈ ബാങ്കിലോട്ട് വരുന്നവരെല്ലാം വരും ഈ ജെട്ടി കുറുകെ കിടക്കുക. പകരം ഓഫീസ് തുറന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളെ അഴയൊക്കെ അപ്പുറത്തെ സൈഡിൽ കെട്ടണം, ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്നും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇത്. അപ്പം ഞാനാണ് ട്രൂപ്പിൻ്റെ മാനേജർ. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു ഇത് ആരുടെ ജെട്ടിയാ എന്ന് ചോദിച്ചിട്ട് ഇത് പ്രശ്നത്തിൽപ്പെട്ട പറമ്പെന്നൊക്കെ പറയുന്ന പോലെ ഇതിനെതിരെ ഒരു കേസ് വന്നായിരുന്നു. ഇതിന് ഉടമസ്ഥനില്ല. ഇത് ആരുടെയാ? ഒരാളില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് ആരുടെ അല്ലെങ്കിൽ നമുക്ക് ഉടമസ്ഥനെ കൊണ്ടല്ലേ എടുപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്കും ഇത് എടുക്കാനൊന്നും പറ്റുമല്ലോ. ഇത് ആരുടെ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഞാൻ കുറേ നേരം ചോദിച്ചിട്ട് ഇത് ആര് ഇല്ലടാ നമ്മുടെ അല്ലാതെ ആരെ ഈ അഴയെ കൊണ്ടുവന്ന് ഇത് ഇടുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ സലീമേട്ടൻ വന്നു. സലീമേട്ടനോട് ഞാൻ ചോദിച്ചു സലീം എന്നതാ എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇത് ആരുടെയാന്ന് ചോദിച്ചിട്ട് ആരും ഉടമസ്ഥനില്ല. ഞാൻ പുള്ളി എൻ്റെ അടുത്ത് ചെന്നിട്ട് ആരുമില്ലാത്ത നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കാൻ ചേട്ടാ ലൈറ്റർ എടുത്തിട്ട് അഴയെ കിടക്കുന്ന ഷഡ്ഡി കത്തിച്ചു കളഞ്ഞു. ഈ ഓട്ടമുള്ള ചെട്ടി പറഞ്ഞപ്പോഴേ ഞാൻ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമ 4 കുട്ടികളുടെ അപ്പനായിട്ട് അഭിനയിച്ചത്. നമ്മുടെ ഇതിൻ്റെ സംവിധായകൻ ഹരിയായിരുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ ജട്ടി ഇട്ടിട്ട് 4 പേരും കൂടി ഇട്ടിട്ട് കളിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ലിൻസൺ കണ്ണാമലിയ ഡയറക്ടർ പുള്ളി ചോദിച്ചു എവിടെ ജട്ടി എവിടെയെന്ന് ചോദിച്ചു. ഇവന്മാർ മേടിക്കാൻ പറഞ്ഞു, കോസ്റ്റ്യൂമേഴ്സ് അല്ല എന്തും ചെയ്യും അവർ, ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞു. ഇവന്മാരെ കിടന്ന് ഓടാൻ തുടങ്ങി. അപ്പോൾ കാട്ടാക്കടയിലൊരു ഷാജിയാണ്, അവനെ ഓടി അവിടെ നിന്നൊക്കെയോ ഒരു സാധനം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇതെവിടെ നിന്ന് കിട്ടി?
അത് നമ്മൾ റെഡിയാക്കും, നമ്മൾ എന്ത് സാധനം പറഞ്ഞാലും റെഡിയാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ ഒരു ഓട്ടയുണ്ട്, ഇത്തിരി വൃത്തികെട്ട ഓട്ടാണ്, ഒരു ഷേപ്പില്ലാത്തൊരു ഓട്ട. ഇതിട്ട് പിള്ളേർ കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, പേര് പറയില്ല, ആ ഡോക്ടറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഡോക്ടർ വലിയ കാശുകാരനാണ്, പേര് കേട്ട ഡോക്ടറാണ്. അപ്പോൾ ഈ ഷൂട്ട് നടക്കുമ്പോൾ ഈ ഡോക്ടറിൻ്റെ വൈഫ് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, കുറേ നേരം ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. ഈ ഡോക്ടറിൻ്റെ ഷഡ്ഡിയാണ് ഇയാൾ മുകളിൽ അലക്കിയിട്ടേക്കണായിരുന്നു, അത് എടുത്തോണ്ട് വന്നേ, നാണക്കേടൊന്ന് ഓർത്ത് നോക്കി. പുള്ളിക്കാരിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇത് കെട്ടിയോൻ്റെ ചെട്ടിയാണെന്നുള്ളത്. വൈശാഖ്, ഓൾ ദി ബെസ്റ്റ്. ഇനിയും വരണം ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ.